ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് ജനുവരി 2026 കഴിഞ്ഞ് അത് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ അടുത്ത ഒരു കടമ്പയാണ് സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ LBSന്റെ സൈറ്റിൽ നമ്മൾ കയറുക. അവിടെ റിസൾട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് നോക്കിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ റിസൾട്ട് എടുത്ത ആ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് തൊട്ട് താഴെ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു കിടപ്പുണ്ട്. അതായത് നമ്മളുടെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം കിടക്കുന്നത് ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫോം ഫോർ സെറ്റ് സർട്ടിഫിക്കറ്റ്. സെറ്റ് സർട്ടിഫിക്കറ്റിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തർക്കും അവനവന്റെ സർട്ടിഫിക്കറ്റ് ആണ്, സർട്ടിഫിക്കറ്റ് അല്ല, ഓരോരുത്തർക്കും അവനവരുടേതായ ആപ്ലിക്കേഷൻ ആണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മളുടെ സ്വന്തം റോൾ നമ്പറും നമ്മളുടെ സബ്ജക്റ്റും ഡിസ്ട്രിക്റ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്കുള്ള ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി അവിടെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരു ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ PG അല്ലെങ്കിൽ BEd സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളിപ്പോൾ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം 1 ഇയർ വരെ നമുക്ക് ഒരു ഫൈനും കൂടാതെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാം. നമ്മൾ പാസ്സായി 1 ഇയർ വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അപ്ലൈ ചെയ്യാം. ഇനി അതിനുശേഷം ആണെങ്കിൽ പോലും 500 ഫൈൻ വരും എന്നുള്ളതേ ഉള്ളൂ. മറ്റു പ്രശ്നങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. കാരണം നമ്മളത് ആ ലൈഫ് ലോങ് നമ്മൾ സെറ്റ് ക്വാളിഫൈഡ് ആണ്. അത് നമുക്ക് സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഓക്കെ, അടുത്തത് രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിനി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്യണം, അവിടുന്ന് നമ്മളൊരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ സത്യവാങ്മൂലം മേടിക്കണം. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദ അല്ലെങ്കിൽ നമ്മൾ PG അല്ലെങ്കിൽ BEd പഠിക്കുന്ന നമ്മുടെ കോളേജിൽ നിന്നും ഈ ഒരു ഇവിടെ കണ്ട ഒരു ഡിക്ലറേഷൻ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇത് അവിടെ കൊണ്ടി നമ്മൾ ഇത് ഫില്ല് ചെയ്ത് അവിടെ കൊണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രിൻസിപ്പലിന്റെ നെയിമും സിഗ്നേച്ചറും ഇവിടെ വാങ്ങണം. എന്നിട്ട് ഓഫീസിന്റെ സീലും വെച്ച് ഇതിന്റെ കൂട്ടത്തിൽ അയക്കണം. ഇത് ആർക്കാണ് ആവശ്യം വരുന്നത്? അതായത് നമ്മളുടെ പേരും അഡ്രസ്സും വെച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മളൊരു ഫൈനൽ ഇയർ PG അല്ലെങ്കിൽ BEd സ്റ്റുഡന്റ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൂടെ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോമും കൂടെ വെച്ച് വേണം അയക്കാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഡൗട്ട്സ് വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫിൽ ചെയ്യാനുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫോം മാത്രം പോരാ, ഇനി ഇതിനോട് കൂടെ എന്തൊക്കെ വെക്കണം? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം കോപ്പി. ഓക്കെ, അതായത് നമ്മുടെ SSLC ബുക്ക് വെക്കുന്ന മാർക്ക് നോക്കാനൊന്നും അല്ല, അവിടെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പ്രൂവ് ചെയ്യാനായിട്ടാണ്. ഇത് കൂടാതെ നമ്മളുടെ PG ഏതാണോ ആ നമ്മുടെ PGയുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അതുപോലെ BEd ഏതാണോ എടുത്തിരിക്കുന്നത് BEdന്റെ ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. ഇപ്പൊ ഇത് രണ്ടിനെയും കോപ്പി നിർബന്ധമായിട്ടും വേണം. ഇനി നമ്മൾ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ആണ് പഠിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൽ അതിന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്നും നമ്മൾ അതിന്റെ ഈക്വലൻസി വാങ്ങിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സെറ്റിന്റെ പ്രോസ്പെക്ട്സ് ക്ലോസ് 2.2 ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമുക്ക് കേരളത്തിൽ സെറ്റ് പാസ്സാകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും സബ്ജക്ട്സിൽ നമ്മൾ പാസ്സായിരിക്കുന്നെങ്കിൽ അതിലും നമുക്ക് ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രം, ഒന്നും എല്ലാവർക്കും ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഈക്വലൻസ് സർട്ടിഫിക്കറ്റും വേണ്ടിവരും. ഡിസബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസബിലിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഇതെല്ലാം വേണ്ടത് ഏതാണ്? ഇതിന്റെ എല്ലാം കോപ്പിയാ വേണ്ടേ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണ്ട കാര്യങ്ങളുണ്ട്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കോപ്പി. അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതായത് OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 30/10/2024 13/12/2025 ഇടയിൽ എടുത്തിരിക്കുന്ന നമ്മളുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അത് നമുക്ക് ആവശ്യമാണ്. കൃത്യമായിട്ട് അത് ഓർത്തു വെക്കണം, ആ ഡേറ്റ് ഓർത്തു വെക്കണം. അതിനുള്ളിലാണെങ്കിൽ മാത്രമാണ് അത് അംഗീകരിക്കത്തുള്ളൂ. ആ ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ ഇയർ അല്ലെങ്കിൽ PG BEd നമ്മൾ പറഞ്ഞു, അവിടെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം ഡിക്ലറേഷൻ ഫോമും കൂടെ കൊടുത്തി വേണം. അപ്പൊ ഇത്രയാണ് നമുക്ക്. ഇനി ഒറ്റ വാക്കി പറഞ്ഞേ ഉള്ളൂ, SSLC ബുക്ക്, നമ്മളുടെ PGയുടെയും BEdന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനോട് കൂടെ ഈ സർട്ടിഫിക്കറ്റിനോട് കൂടെ ഒരു കാര്യം കൂടെ വേണം, ഒരു സെൽഫ് അഡ്രസ്ഡ്, അതായത് നമ്മളുടെ സ്വന്തം അഡ്രസ്സ് നമുക്ക് വീട്ടിലേക്ക് അയച്ചു തരാൻ, നമ്മുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരാൻ ഒരു A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് മേടിച്ച് അതിൽ നമ്മുടെ അഡ്രസ്സ് എഴുതി 60 രൂപയുടെ സ്റ്റാമ്പ് ഫിക്സ് ചെയ്ത് അതിന്റെ കൂടത്തിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്തി വെക്കണം.
എന്നിട്ട് വേറൊരു കവർ മേടിച്ച് അതിന്റെ പുറത്ത് അങ്ങോട്ടേക്ക് അയക്കാൻ. അത് അപ്പം ദ ഡയറക്ടർ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, എക്സ്ട്രാ പോലീസ് റോഡ്, നന്ദവനം, പാളയം, തിരുവനന്തപുരം 695033 എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ അയച്ചു കൊടുക്കാം. ഇനി നമുക്ക് സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒരു ടൈം ആയിരിക്കും. നമ്മൾ ഇപ്പൊ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ ഉള്ള ടൈമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അയച്ച ഒരാഴ്ചക്കുള്ളിൽ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. 2 മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സമയമെടുക്കും. 2 മാസം വരെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളുടെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് നമുക്ക് സമയമെടുക്കും. ഇനി 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്പർ 04712560 അല്ലെങ്കിൽ 311312313 ഈ നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ നമുക്ക് വിളിച്ചു ചോദിക്കാം. 2 months കഴിഞ്ഞിട്ട് നമുക്കിത് കിട്ടുള്ളൂ. അതിനുശേഷവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വിളിക്കാം. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും നമ്മൾ കൊടുത്തതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നമ്മളോട് പറയും. നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും കിട്ടും. അല്ലാതെ അവിടെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഓട്ടോണമസ് കോളേജിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്നുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തരുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ചിലൊരു ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും കേസിൽ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതിനും പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് LBS സെന്റർ ഡയറക്ടറുടെ പേരിൽ 1000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD എടുത്ത്, അതുപോലെ തന്നെ 100 രൂപയുടെ ഒരു മുദ്രപത്രത്തിൽ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന് നോട്ടറി കൊണ്ടോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ കൊണ്ടോ സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന, അതായത് നമ്മൾ മറ്റു രേഖകളും വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്തു തരും. അപ്പൊ മറ്റു പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് അവരെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് കൂടാതെ നമ്മൾ ആരെങ്കിലും ഇനിയും സെറ്റിന്റെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹൈംസ് അക്കാഡമിയിൽ ഏറ്റവും നല്ലൊരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. 100% നമ്മൾ പറയുന്നത്. കാരണം അത്രയും ഒരു ഡെഡിക്കേഷൻ നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്ന സെറ്റ് കോച്ചിങ് സെന്ററിൽ നമ്മളുടെ ഏറ്റവും മികച്ച കോച്ചിങ് ഏതാണെന്ന് വെച്ചാൽ അത് ഹൈംസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആഡുകൾ കൊടുക്കുന്നില്ല, മറ്റ് മാർക്കറ്റിംഗ് വർക്കുകളൊന്നും നടത്താറില്ല. നമ്മളുടെ ആ അഡ്വർടൈസ്മെന്റും മാർക്കറ്റിംഗ് ഒക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും മികച്ചൊരു കോച്ചിങ്, അതും ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് കോച്ചിങ് അവൈലബിൾ ആണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് എന്ന് പറയുന്ന ഒരു സ്വപ്നം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ഇൻഫർമേഷന് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.